മിസ് ഗാന്ധി തിരിച്ചു വന്നതിന് ശേഷം അവർ ഈ കമ്പനി ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു, കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന പേരിൽ അത് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ലോകത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളുമായി സഹകരിച്ചുകൊണ്ട് ഒരു ചെറുകാർ, ജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വളരെ കുറഞ്ഞ വിലക്ക് ഒരു കാർ നിർമ്മിക്കുക എന്ന ആശയത്തിലേക്ക് പോകുന്നു. അങ്ങനെ പല കമ്പനികളുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ചർച്ച നടത്തി. അന്ന് ഷെവർലെയുമായും അതുപോലെ തന്നെ വോക്സ്വാഗണുമായിട്ടും അതുപോലെ അന്നത്തെ ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളായ ഫോർഡ്, ജനറൽ മോട്ടോഴ്സ് എല്ലാവരുമായിട്ട് ചർച്ച നടത്തി. പക്ഷെ അവരാരും തന്നെ ഇത്തരമൊരു മാർക്കറ്റിലേക്ക് ഒരു ചെറുകാറുമായിട്ട് വരാൻ അന്ന് താല്പര്യപ്പെട്ടു. മാരുതി കമ്പനിയുമായിട്ട്, ഗവൺമെൻറ്റിൻ്റെ മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായത് ജപ്പാനിലെ ഒരു ചെറിയ കാർ നിർമ്മാണ കമ്പനിയായ ഇത് സുസൂക്കി എന്ന് പറഞ്ഞുള്ള ഒരു ചെറുകിട കാർ നിർമ്മാണ കമ്പനിയാണ് അന്ന് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കാൻ തയ്യാറായത്.